ഹായ് കൂട്ടുകാരി, എല്ലാവർക്കും ചക്രദാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ വീഡിയോ തിപ്പല്ലിയിൽ ഈ കുറ്റിക്കുരുമുളക് ഗ്രാഫ്റ്റിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ കുരുമുളക് ചെടീന്ന് നല്ലൊരു കുരുമുളക് ചെടീനെ നമ്മളൊരു സാധനം അതിൻ്റെ ഒരു കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, എൻ്റെ ഒരു തണ്ട്. അപ്പോൾ ഇത് നമുക്ക് തിപ്പല്ലിയിൽ ഗ്രാഫ്റ്റ് ചെയ്യാനുള്ളതാണ്. തിപ്പല്ലിയിൽ ഗ്രാഫ്റ്റ് ചെയ്തൊക്കെയാണെങ്കിൽ നല്ല വളർച്ചയും നല്ല ദീർഘകാലം നിൽക്കുകയും ചെയ്യും. ഇതാണ് നമ്മളെ തിപ്പല്ലി ചെടി കുറച്ച് വലുതായതാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു പകുതിക്കൽ വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്തിട്ട് ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ പകുതിക്കൽ വെച്ചിട്ടാണ് ഈ കുരുമുളക് പിന്നെ വളരുക. അപ്പോൾ അത്രയും ഉയരത്തിൽ വന്നിട്ടാണ് കുരുമുളക് വളരുക. ഇനിയിപ്പോൾ നമുക്ക് അതിൽ തേപ്പുകളൊക്കെ വരുമ്പോൾ അപ്പോൾ ആ തേപ്പുകളിലെല്ലാം നമുക്ക് ഈ കുരുമുളകിൻ്റെ പിന്നെ തണ്ട് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ വളർത്താൻ പറ്റുകയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു പകുതിക്കൽ വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നത്. ഈ പല്ലി ചെടി കുറച്ച് വലുതായി പോയതാണ്. അപ്പോൾ നമുക്കതിന് ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ലായിരുന്നു, അതുകൊണ്ട് വളർന്നു പോയത്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് കഴിഞ്ഞ് എടുത്ത് പകുതി കട്ട് ചെയ്തിട്ട് അപ്പോൾ ആ കട്ട് ചെയ്ത തല നമുക്ക് അത് കഷ്ണം വെട്ടിയും കഴിഞ്ഞ് നമുക്ക് വെള്ളത്തിലിട്ടാൽ വേര് പിടിക്കും. അപ്പോൾ നമ്മൾ കവറിലേക്ക് ഗ്രോ ബാഗ് ചെറിയ കവറിലേക്ക് മാറ്റിച്ചായി. അപ്പോൾ നമ്മളെ കട്ട് ചെയ്ത് പിന്നെ കട്ടർ കൊണ്ട് കട്ട് ചെയ്താണ്. അപ്പോൾ ആളൊന്ന് ആ ചതുങ്ങിയ സ്ഥലമൊക്കെ ഒന്ന് നല്ലോണം ചെത്തി വൃത്തിയാക്കുക, ഒന്ന് ക്ലിയർ ആക്കുക. അത് ചിലപ്പോൾ ആ തൊലിയൊക്കെ ഇങ്ങനെ ചതുങ്ങിയിട്ടുണ്ടാവും കട്ടർ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അത് നല്ല ബ്ലേഡ് എടുത്ത് നല്ല മൂർച്ചുള്ള ബ്ലേഡ് പിന്നെ മൂർച്ചുള്ള പുതിയ ബ്ലേഡ് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ വാതിലൊക്കെ ഒന്ന് ശരിയാക്കാം. അതുപോലെ തന്നെ മുളകിൻ്റെ തണ്ട്, ആ മുളകിൻ്റെ ഒരു തണ്ട് എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് നമ്മളിത് പിന്നെ കുറ്റിക്കുരുമുളകാണിത്. അതിന് നമ്മൾ പുറത്തേക്ക് ഈ തിരി ഉണ്ടാകുന്ന തണ്ടുകളാണ് നമ്മൾക്ക് ആവശ്യമുള്ളത്. അതായത് ഇപ്പോൾ കയറുതൽ എടുക്കുകയാണെങ്കിൽ അത് മരത്തുമല കയറി പോണേ ഇതായിരിക്കും. ഇത് കയറി പോകില്ല, അത് വളർന്ന് അങ്ങനെ പിന്നെ പടർന്ന് പിടിക്കുക, പെട്ടെന്ന് കുരുമുളക് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഈ കുരുമുളക് ഉണ്ടാകുന്ന തണ്ടാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അത് നമ്മൾ ഒരു വി കട്ടിൽ നമ്മൾ ഷാർപ്പായിട്ട് ചെത്തിയെടുക്കണം. വി കട്ടിൽ അത് ചതുക്കുണ്ടാകാൻ പാടില്ല, നല്ല കറക്റ്റായിട്ട് അത് ബ്ലേഡ് ഉപയോഗിക്കാനല്ല, നല്ല മൂർച്ചുള്ള ഷാർപ്പായ കത്തി ഉപയോഗിച്ചിട്ട് നമുക്ക് അങ്ങനെ ഒന്ന് ചെത്തിയെടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ആ തണ്ട് നമ്മൾ ചെത്തിയെടുത്ത് അതുപോലെ തന്നെ ഇതിനൊരു നടുക്കൊരു കീറലിടണം. നമ്മളെ തിപ്പല്ലിക്ക് കൊളിബ്രിയൻ ഇതാ എന്താണ് ആമസോണിൽ കാട്ടുന്നൊക്കെ സുലഭമായിട്ടുള്ളൊരു സാധനമാണ് ഈ കൊളിബ്രിയൻ തിപ്പല്ലി. ഇതെന്ന് വെച്ചാൽ ഏത് വെള്ളത്തിലും നമുക്ക് ഇത് നട്ടുപിടിപ്പിക്കാൻ കഴിയും. അതിന് വേരിനൊരു നല്ല കരുത്തുള്ള വേരായിരിക്കും, വേരിന് ചീച്ചിൽ വരില്ല. അപ്പോൾ ഇതിലാകുമ്പോൾ നമ്മളെ കുരുമുളകിൻ്റെ ആ വേരിൻ്റെ ചീച്ചിൽ രോഗങ്ങളിൽ നിന്നൊക്കെ ഒരു പിന്നെ പ്രൊട്ടക്ഷൻ കിട്ടും. മറ്റേത് നമ്മളെ കുരുമുളക് ചെടികളൊക്കെ കൂടുതലും വേര് ചീച്ചിലാണ് വരിക. അപ്പോൾ ഇത് നമ്മൾ ഈ കുറ്റിപ്പല്ലിയിൽ വണ്ടി ചെയ്യുമ്പോൾ പിന്നെ ഈ കുരുമുളക് നല്ല സ്ട്രോങ് ആക്കി നല്ല വളം വലിച്ചിങ്ങാൻ കുരുമുളകിന് നല്ല വളം വലിച്ചിങ്ങാൻ കൊടുക്കും. പെട്ടെന്ന് അത് ബുഷായിട്ട് വളരുകയും തിരി കായ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ നമ്മളെ ആ കഷ്ണ തണ്ട് അതിൽ കീറലിൽ വെച്ചിട്ട് നല്ലോണം ചുറ്റി നല്ലോണം പിന്നെ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് നല്ല കറക്റ്റായിട്ട് ചുറ്റി നനവ് ഇറങ്ങാൻ പാടില്ല. എന്നിട്ട് ഇത് നേരിട്ട് ഡയറക്റ്റ് മഴ കിട്ടുന്നതിൽ വെക്കേണ്ട, പക്ഷേ പിന്നെ തണലുള്ളതിൽ വെച്ചാൽ തണൽ അതിന് മഴ കൊള്ളാത്ത സ്ഥലത്ത് ആയിട്ട് വെക്കുക. കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ അത് തേപ്പ് പിടിക്കുള്ളൂ. അതിൻ്റെ ശേഷം പിന്നെ പ്രശ്നമൊന്നുമില്ല. ഉള്ളതിന് പ്രശ്നം ഒരു മാസത്തോളമൊക്കെ ചിലപ്പോൾ 10-15 ദിവസം കഴിയുമ്പോഴേക്ക് തന്നെ പുതിയ പിന്നെ മൂലങ്ങൾ വരും. പിന്നെ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ പ്ലാസ്റ്റിക് വെച്ച് ഒഴിവാക്കാം. അപ്പോൾ ഏകദേശം പിന്നെ ഗ്രാഫ്റ്റിംഗ് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പരിപാടി കഴിഞ്ഞ് ഗ്രാഫ്റ്റിംഗ് പിന്നെ ടേപ്പ് കൊണ്ട് ചുറ്റിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് തണലിലേക്ക് മഴ കൊള്ളാത്ത സ്ഥലത്തേക്ക് എടുത്ത് വെച്ചാൽ മതി, വേറെ പ്രശ്നമില്ല. അപ്പം മഴ കൊള്ളാത്തൊരു നമ്മളെ പുരൻ്റെ സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ചട്ടിയിൽ വെച്ച കുറ്റിക്കുരുമുളകിൻ്റെ തൈകളാണ്. 2-3-4 ചട്ടി ഉണ്ട്.
നല്ലോണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ലോണം മുളകുണ്ടായി. ഇപ്രാവശ്യം നല്ല മുളക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് മുളക് നമ്മൾ പറിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോൾ നല്ലോണം മുളക് വരുന്നുണ്ട്. ഇത് രണ്ടാമത് നമ്മൾ വേറെ ഒരു തീപ്പല്ലീൻ്റെ ചെടിയിൽ രണ്ടാമത് ഒരു മുളക് മറ്റൊരു മുളക് രണ്ടും കൂടി നമ്മൾ ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്യാണ്. ഇതും തീപ്പല്ലി ചെടി തന്നെയാണ്. നമ്മൾ ഗ്രോ ബാഗിൽ ചെറിയ കവറിൽ വളർത്തിയാണ്. ഈ തീപ്പല്ലി ചെടിയിൽ നമുക്ക് ആർക്കും ചെയ്യാം കേട്ടോ. തീപ്പല്ലി ചെടി നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല കായ് പിടുത്തുള്ള മുളകിന്ന് നമ്മൾ തണ്ടെടുത്തും കഴിഞ്ഞ് ഗ്രാഫ്റ്റ് ചെയ്താൽ ആർക്കും ചെയ്യാം. പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും. പെട്ടെന്ന് വേര് സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊന്നും മുളകിന് വരില്ല. കൂടുതലും വരുന്നത് ഈ വേര് സംബന്ധമായിട്ടാണ് ഈ കുരുമുളകിന് രോഗം വരല്. പെട്ടെന്ന് ഉണങ്ങിപ്പോകുന്നത്, വാടിപ്പോകുന്നത്. അപ്പോൾ തിപ്പല്ലിയിലാണെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെ രോഗം വരില്ല. പക്ഷെ അതിന് നന കൊടുക്കണം. വേനൽക്കാലത്ത് നമ്മൾ നന ശ്രദ്ധിക്കണം. നന അല്ലെങ്കിൽ പെട്ടെന്ന് ഉണങ്ങിപ്പോകും. അല്ലാത്ത കുഴപ്പമൊന്നുമില്ല. ഏത് വെള്ളത്തിലാണെങ്കിലും നമുക്ക് അതിനെ നട്ടുപിടിപ്പിക്കാം. വെള്ളത്തിലാണ് ഏറ്റവും ഇഷ്ടം. അത് വല്ല സ്ട്രോങ് ഉള്ള വേരായിരിക്കും. അതുപോലെ നല്ല വളം വലിക്കും. വളം വലിച്ചെടുത്തിട്ട് കുരുമുളകിന് കൊടുക്കും. അപ്പോൾ കുരുമുളക് പെട്ടെന്ന് വളർന്നിട്ട് പെട്ടെന്ന് കായ് പിടിക്കും. ഞാൻ തിപ്പല്ലിയുള്ള നമ്മൾ വാങ്ങിയത് നമ്മൾ എത്തുന്നുണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. നമ്മൾ കുറച്ച് തിപ്പല്ലിൻ്റെ ചെടികളൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ കുറച്ച് വാങ്ങുകയും ചെയ്ത്. അപ്പം ഇനി കുറേ ഗ്രാഫ്റ്റ് ചെയ്യാനുണ്ട്. കുറേ തൈയുണ്ട് നമ്മളെടുത്ത്. അപ്പോൾ അതൊക്കെ ഈ സമയത്താണ് ഇപ്പോൾ നല്ലത്. വേനലിനേക്കാൾ ഈ സമയത്താകുമ്പോൾ പെട്ടെന്ന് പിടിച്ചിട്ടു. അത് മഴയത്ത് നേരിട്ട് ഡയറക്റ്റ് മഴയത്ത് വെക്കരുത്. ഒരു വെളിച്ചം കിട്ടുന്ന സ്ഥലത്ത് ഇപ്പോൾ എൻ്റെ ഇതിലോ അല്ലെങ്കിൽ പച്ച നെറ്റിൻ്റെ ഒക്കെ വലിച്ചു കെട്ടിയ സ്ഥലത്തോ അങ്ങനത്തെ സ്ഥലത്തൊക്കെ വെക്കാം. അപ്പോൾ ഇത് തന്നെ നമ്മൾ തണ്ട് വെക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗം കറക്റ്റാക്കിയിട്ട് വെക്കുക. തീപ്പല്ലിൻ്റെ ചെടിയും മുളകിൻ്റെ തണ്ടുമായിട്ട് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് കറക്റ്റാക്കി വെക്കുക. വണ്ണം ചിലപ്പം തീപ്പല്ലിക്ക് വണ്ണം കൂടുതൽ, മുളക് തണ്ടിന് വണ്ണം കുറവാണെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡ് കറക്റ്റാക്കി വെച്ചാൽ പെട്ടെന്ന് പിടിക്കും. ഇതിനൊരു ഒരു പ്രശ്നവുമില്ല. പെട്ടെന്ന് പിടിക്കുന്ന ഇതാണ്. അതൊരു 15-20 ദിവസം കൊണ്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ കഴിയും. അതിന് മുളങ്ങൾ വരൽ തുടങ്ങും. ഒരു 10 ദിവസം കൂടി മുളങ്ങൾ വന്നിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ പ്ലാസ്റ്റിക് കവറൊക്കെ എടുത്ത് ഒഴിവാക്കിയത്. എല്ലാവരും വീട്ടിൽ ചെയ്ത് വെക്കുക. നല്ലൊരു ഇതാണ്. കുറ്റിക്കുരുമുളക് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഉയരം പൊന്തിയില്ല. തിപ്പല്ലിയിലാകുമ്പോൾ അതിന് രോഗം വരില്ല. ഇതിപ്പോൾ നമ്മൾ മുളങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് വലിയ ഒരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കണം. ഇപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ചട്ടിയിൽ തന്നെയാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തത്. ഇപ്പോൾ നമ്മളടുത്ത് തിപ്പല്ലിൻ്റെ തൈ കുറേ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഈ സമയത്ത് ഗ്രാഫ്റ്റ് ചെയ്ത് തൈ ഉണ്ടാക്കണം. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത തിപ്പല്ലിൻ്റെ ഇതൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു 2-3 പീസാക്കിയിട്ട് വെള്ളത്തിലിട്ടാൽ അതിന് വേര് പിടിക്കും. പെട്ടെന്ന് ഒരു 15-20 ദിവസം കൊണ്ട് തന്നെ വേര് പിടിക്കും. ആ വേര് പിടിച്ച് കഴിഞ്ഞിട്ട് കവറിലേക്ക് മാറ്റി വെച്ചാൽ അപ്പോൾ അത് റെഡിയായി. ഇത് ഇനി തണലത്തേക്ക് വെക്കുക. നമ്മൾ വീടിൻ്റെ ഒരു സൈഡിലാണ് വെച്ചത്. ഇനി തണലത്ത് വെക്കുക. ഇനി മുകള